മ്ലാവ് ഓടി അല്ലാം കൊളെടുത്ത് എന്താ വല്ല നീട്ടം. മഴക്കാലം തുടങ്ങിയിട്ട് ആദ്യത്തെ ഞങ്ങളുടെ യാത്ര മഴനിഴൽ പ്രദേശമായ ചിന്നാറിലേക്കാണ്. ആലുവയിൽ നിന്ന് രാവിലെ 7 മണിക്കിറങ്ങി പതിവ് പോലെ പെട്രോൾ അടിച്ച് ഫുഡ് അടിച്ചു. അടിക്കാത്തൊരു ലോട്ടറിയും എടുത്ത് ഞങ്ങൾ യാത്ര തുടർന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷാട്ടോ യാത്രയിൽ ഇത്രയും പച്ചപ്പൊക്കെ കാണുന്നത്. ചീയപ്പാറ ഒക്കെ വെള്ളം നിറഞ്ഞിങ്ങനെ ഒഴുകുന്നുണ്ട്. റോഡ് പണിയൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. കല്ലാർ വഴി റോഡ് ക്ലോസ്ഡ് ആയതുകൊണ്ട് ആനച്ചാലിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. വിശാലമായ തേയിലത്തോട്ടങ്ങളും വളഞ്ഞുയർന്നും താഴ്ന്നും പോകുന്ന പാതകളും തണൽ മരങ്ങളും കാടുകളും, അങ്ങനെ പറഞ്ഞാലും തീരാത്തത്ര കാഴ്ചകൾ നമ്മുടെ ഈ മൂന്നാറിലുണ്ടട്ടോ. മഴ ഒരാഴ്ച മാറാതെ നിന്നത് കൊണ്ടാണോ എന്തോ മൂന്നാർ ടൗണിൽ ഒട്ടും തിരക്ക് കാണാനായില്ല. ടൗണിൽ നിന്ന് ഞങ്ങൾ മറയൂർ റൂട്ടിലേക്ക് കയറി. ഇവിടെ നിന്ന് ഏകദേശം 55 കിലോമീറ്റർ ഉണ്ട് നമ്മുടെ ചിന്നാറിലേക്ക്. വരയാടുകളുടെ ആവാസസ്ഥാനമായ ഇരവികുളം നാഷണൽ പാർക്കാട്ടോ ഇത്. കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും യാത്ര തുടർന്നു. ദേ നോക്കിയേ, ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് സീ ലെവലിന് 5500 അടി ഉയരത്തിലാട്ടോ. എന്താ ഭംഗി! നോട്ട് ബുക്കുകളിലെ കാർപേജ് കാണുന്ന പോലെയില്ലേ? അങ്ങനെ നമ്മൾ മറയൂരിലേക്ക് എത്തി. നമ്മുടെ റോഡിന് ഇരുവശത്തായി തിങ്ങി നിറഞ്ഞ് ഈ കാണുന്നത് ചന്ദനക്കാടുകളാണ്. സ്വാഭാവിക ചന്ദനക്കാടുകൾ വളരുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥലാട്ടോ മറയൂര്. വിശപ്പ് മാടി വിളിച്ചതുകൊണ്ട് അവിടെ തന്നെയുള്ള ചന്ദനച്ചോല എന്ന ചെറിയൊരു ഹോട്ടലിലേക്ക് നല്ല ചൂട് ചോറും സാമ്പാറും 2 തരം ഉപ്പേരികളും ചമ്മന്തിയും അച്ചാറും അടങ്ങുന്ന ഒരു ഊണ്. ദേ ഇവിടെയും കുരങ്ങന്മാരിങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മറയൂർ ടൗണും കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് യാത്ര തുടർന്നു. വഴിയരികുകളൊക്കെ ഒരു കാടിന്റെ പ്രതീതി കാട്ടിത്തുടങ്ങി. ചുറ്റും പച്ച വിരിച്ചു നിൽക്കുവാണേലും ക്ലൈമറ്റ് അത്യാവശ്യം ചൂട് നിറഞ്ഞതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല ക്ഷീണം തോന്നുന്നുണ്ടായിരുന്നു. ഇങ്ങോട്ടുള്ള റോഡിൻ്റെ ഒക്കെ ടാറിങ് ഇപ്പോൾ അങ്ങോട്ട് കഴിഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ചിന്നാർ ചെക്ക് പോസ്റ്റ് എത്തി. ചെക്ക് പോസ്റ്റിന് തൊട്ടപ്പുറമുള്ള ഇൻഫോർമേഷൻ സെൻറ്ററിലായിരുന്നു നമ്മൾക്ക് ചെക്ക് ഇൻ ചെയ്യേണ്ടിയിരുന്നത്. അവിടെ നമ്മുടെ ID പ്രൂഫൊക്കെ കാട്ടേണ്ടതുണ്ട്. ഇവിടെ കാണുന്ന ജീവിവർഗങ്ങളാട്ടോ ഇവയൊക്കെ. സമയം 1:25 ആയിട്ടുണ്ടായിരുന്നുള്ളൂ. 2 മണിക്കായിരുന്നു ചെക്ക് ഇന്ന്. ഒരു ചായ കുടിച്ചിരുന്നപ്പോഴാണ് നമ്മുടെ തൊട്ടു മുന്നിലെ മരത്തിൽ ഒരുത്തം പ്രത്യക്ഷപ്പെട്ടത്. ചിന്നാർ വന്യജീവി സങ്കേതത്തിൽ മാത്രം കാണപ്പെടുന്ന ചാമ്പൽ മലയണ്ണാൻ. അവൻ നിന്നു തുടങ്ങിയപ്പോഴാട്ടോ ആ വാലിന്റെ നീട്ടം ഇത്രയും ഉണ്ടെന്ന് മനസ്സിലായേ. ഫോറസ്റ്റിന്റെ ചെക്കിങ് മാത്രല്ലട്ടാ, കുരങ്ങന്മാരുടെ ചെക്കിങ് കൂടി കഴിഞ്ഞാലേ വണ്ടി കടത്തിവിടുള്ളൂ. ഇവയാണ് ലാംഗർ അഥവാ ലീഫ് ഈറ്റിംഗ് മങ്കീസ്. എന്താലേ ആ ഇരിപ്പൊക്കെ നോക്കിയേ, രാജാവിനെ പോലെ. ഇലയാണ് ഇവരുടെ മെയിൻ ഭക്ഷണം. ചില കുരങ്ങന്മാരുടെ നോട്ടം കണ്ടാൽ തന്നെ പേടിയാവും. ഏകദേശം 2:30 കൂടി തന്നെ നമ്മുടെ ഗൈഡ് ഏട്ടന്മാർ വന്നു. പിന്നെ ഒരു 2 കുപ്പി വെള്ളമൊക്കെ ആയിട്ട് കാടിന് നടുക്കുള്ള ഞങ്ങളുടെ സ്റ്റേയിലേക്കുള്ള നടത്തം ആരംഭിച്ചു. 2.5 കിലോമീറ്ററോളം ട്രെക്ക് ചെയ്താലാട്ടോ നമ്മുടെ സ്ഥലത്താ. നമ്മുടെ മുന്നിലായിട്ട് ഒരു ചേട്ടനും പിറകിലും മറ്റൊരു ചേട്ടനും ഉണ്ടായിരുന്നു. കൂട്ടാർ നദിക്ക് അരികെ പിടിച്ചാട്ടോ നമ്മുടെ നടത്തം. നല്ല കണ്ണാടി പോലെ തെളിഞ്ഞ വെള്ളം, മുങ്ങി നിവരാൻ തോന്നും. കേരളത്തിലെ ഏക മഴനിഴൽ വനമാണിത്. നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഓപ്പോസിറ്റ് സൈഡാട്ടോ ചിന്നാറ്. ഇപ്പുറത്തുള്ള നമുക്ക് നല്ല മഴ കിട്ടുമ്പോൾ ചിന്നാറിൽ മഴയുടെ നിഴൽ മാത്രമേ കിട്ടുള്ളൂ. അതായത് നമ്മുടെ നേര്യമംഗലത്ത് ഒരു 6000 മില്ലി മഴയൊക്കെ കിട്ടുകയാണെങ്കിൽ ചിന്നാറിൽ കിട്ടുന്നത് വെറും 500 മില്ലി മാത്രമായിരിക്കും. ഡ്രൈ ആയിട്ടുള്ള ഏരിയ ആയതുകൊണ്ട് തന്നെ അട്ട കടിക്കുന്നുള്ള പേടിയില്ലാണ്ട് ധൈര്യമായിട്ട് നടക്കാം. നമ്മുടെ മുന്നിൽ കൂടി സ്പീഡിൽ ഓടിപ്പോയത് ഒരു മാനാട്ടോ. ഇതൊക്കെ കാട്ടിയുടെ കാൽപ്പാടുകളാണ്. ഈ മരം കാണുമ്പോൾ അവതാറിലെ പാൻഡോറ വേൾഡിൽ വന്ന പോലെ ഇല്ലേ? ഇവക്ക് നമ്മളോട് സംസാരിക്കാനുള്ള കഴിവുണ്ടാവോ? ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നമ്മുടെ മുന്നിലേക്ക് വേറൊരാൾ വന്നത്. ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ഗൈഡിന്റെ നിർദ്ദേശപ്രകാരം സൈലന്റ് ആയിട്ട് ഞങ്ങൾ മരത്തിന് പിറകിൽ ഒളിച്ചു. നമ്മുടെ അനക്കം കേട്ടതും പുള്ളി ഓടിപ്പോയിട്ടോ. ഇത് ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ആനത്താരയാണ്. തൊട്ടടുത്ത് തന്നെ ആനപ്പിണ്ടങ്ങളും കാണാം. ദേ നമ്മുടെ കുടംപൊളിക്ക് ഈ കാട്ടിലുണ്ടട്ടോ ഒരു പിടി. നാട്ടിലേക്കാളും വലിപ്പം ഇച്ചിരി കുറവായിരുന്നു. ഇങ്ങോട്ടുള്ള വഴി ഇത്തിരി അഡ്വഞ്ചറസ് ആയിരുന്നു കേട്ടോ. വേരിലും പാറയിലൊക്കെ തെന്നാതെ പിടിച്ചു പോകേണ്ടി വന്നു. ഈ വലിയ പാറക്കെട്ടുകളൊക്കെ നദി കൊണ്ടുവന്നിട്ടിരിക്കുന്നതാണ്. ഈ കാണുന്നത് പുലിയുടെ കാൽപാദം പതിഞ്ഞതാണെന്നാണ് നമ്മുടെ ഗൈഡേട്ടൻ പറഞ്ഞത്. തൊട്ടടുത്ത് ആനമലൈ ടൈഗർ റിസർവ് ആയതുകൊണ്ട് തന്നെ ഇവിടെ പുള്ളിപ്പുലികളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടത്രേ. ആ കാണുന്നത് ഇവിടെ പണ്ട് കൊടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റേ ആണ്. ഇപ്പോൾ അതൊക്കെ നാശമായിട്ട് കിടക്കാട്ടോ. നടന്ന് നമ്മളെത്തിയ ഈ സ്ഥലത്താണ് 3 ആറുകൾ കൂടിച്ചേരുന്നത്. ഇടത്തു നിന്ന് കൂട്ടാറും വലത്തു നിന്നും പാമ്പാറും കൂടി ചേർന്ന് അമരാവതി നദിയായി മാറി തമിഴ്നാട്ടിലേക്ക് ഒഴുകും. അതെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് കറക്റ്റ് ബോർഡറിലാണ്. പുഴക്കപ്പുറം തമിഴ്നാടാണ്. അവിടെ കുറച്ചു നേരം റെസ്റ്റ് എടുത്ത് പിന്നെയും നടത്താൻ ആരംഭിച്ചു. ദേ ഇതാണ് ചപ്പാത്തിക്കല്ലി.
മഴ കുറവായത് കൊണ്ടാണ് ഇവിടെ കള്ളിച്ചെടികൾ കൂടുതലായി കാണപ്പെടുന്നത്. പിന്നെയും കുറച്ചുകൂടി ദൂരം ചെന്നപ്പോൾ നമ്മുടെ സ്റ്റേയുടെ മേൽക്കൂരമൊക്കെ കാണാൻ തുടങ്ങി. അപ്പോൾ ഒരാശ്വാസമായി. സ്റ്റേയുടെ മുന്നിലായി വിശാലമായ പുഴ കണ്ടപ്പോൾ തന്നെ മനസ്സിനൊരു ഉണർവ് കിട്ടി. ഞങ്ങൾ പുഴ നോക്കി നിൽക്കുന്ന സമയം കൊണ്ട് ചേട്ടന്മാർ വീടൊക്കെ അടിച്ച് വൃത്തിയാക്കി. അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള റൂം, അറ്റാച്ച്ഡ് ബാത്റൂമും ഉണ്ട്. പക്ഷേ ഇവിടെ വാട്ടർ ടാങ്ക് പൊട്ടിയിരിക്കുവാണെന്നും വെള്ളം പിടിച്ചു വെക്കേണ്ടി വരുമെന്നും മുന്നേ തന്നെ ഞങ്ങളോട് പറഞ്ഞായിരുന്നു. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് നേരെ പുഴയിലേക്ക് നടന്നു. മഴക്കാലമായതുകൊണ്ട് തന്നെ അത്യാവശ്യം ഒഴുക്കുണ്ടായിരുന്നു. ഇറങ്ങുമ്പോൾ പാറയിലൊക്കെ വഴുക്കാണ്ട് ശ്രദ്ധിക്കണം. ക്ലൈമറ്റ് മൊത്തത്തിൽ ചൂടായിരുന്നാലും വെള്ളത്തിന് നല്ല തണുപ്പുണ്ടായിരുന്നു. ഏത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ചാലും ഇങ്ങനെ പ്രകൃതി തന്നെ ഉണ്ടാക്കി തരുന്നിടത്ത് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു പ്രത്യേക സുഖമാണ്. പിന്നെ വെള്ളം കണ്ടിട്ട് മാസങ്ങളായവരുടെ പോലെ ഞങ്ങൾ മത്സരിച്ചൊരു കുളിയായിരുന്നു. നമ്മുടെ കുളിസീൻ പിടിച്ചുകൊണ്ട് ദാ അവിടെ ഒരു ഓന്തിരിക്കുന്നുണ്ട്. സ്റ്റേയുടെ തൊട്ട് മുന്നിലാട്ടോ ഈ റിവർ. ഇത്രയും ഒഴുക്കുള്ള വെള്ളത്തിൽ ഒരു ചേട്ടൻ അവിടെ നിന്ന് മീൻ പിടിക്കുന്നുണ്ടായിരുന്നു. വല്ലതും കിട്ടിയോ ആവോ? കുളി കഴിഞ്ഞപ്പോൾ വിശപ്പ് കൂടുന്നത് സ്വാഭാവികമാണല്ലോ. കയ്യിൽ കരുതിയ കപ്പലണ്ടി മിഠായി കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ചായ എത്തി. കേരളത്തിലിരുന്ന് ചായ കുടിച്ചുകൊണ്ട് പുഴക്കക്കരെയുള്ള തമിഴ്നാട് നോക്കി ഇങ്ങനെ ഇരിക്കുക. എന്താലേ, സൂര്യൻ പോണതിന് മുന്നേ തന്നെ ചന്ദ്രൻ ആകാശത്തെത്തി. നമ്മുടെ മുന്നിൽ അടുത്ത അതിഥി എത്തി. പെനിൻസുലർ റോക്ക് അഗാമ മെയിൽ അഥവാ പാറയോന്താണിവ. പുഷപ്പുകൾ എടുത്ത് ഇവൻ തൻ്റെ ടെറിട്ടറിയിലേക്ക് വരുന്ന മറ്റു ഒന്നുകളെ പേടിപ്പിക്കാറുണ്ട്. നേരം സന്ധ്യ ആവാറായപ്പോഴേക്കും പ്രകൃതി കൂടുതൽ മനോഹരിയായി തുടങ്ങി. രാത്രിക്കുള്ള നമ്മുടെ ഫുഡ് ഉണ്ടാക്കണതിനിടയിൽ നിന്നും തട്ടിപ്പറിച്ചെടുത്ത സവാളാണ് കേട്ടോ ഈ കുരങ്ങന്റെ കയ്യിൽ. സവാള പോയെങ്കിലും അത് ആസ്വദിച്ചിരുന്ന് കഴിക്കണ കാണാൻ നല്ല രസമായിരുന്നു. ചെറിയ മഴക്കോളൊക്കെ ഉണ്ടായിരുന്നേലും മഴ പെയ്തിരുന്നില്ല. 7:30 ആയപ്പോഴേക്കും നമ്മുടെ ഫുഡ് എത്തി. മുട്ടക്കറിയിൽ എണ്ണയുടെ അതിപ്രസരണം കാരണം മുട്ട മാത്രം എടുത്തിട്ടാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചേ. അതൊക്കെ കഴിഞ്ഞ് കുത്തി ഒഴുകുന്ന പുഴയുടെ സൗണ്ടും കേട്ട് ഉറങ്ങാൻ കിടന്നു. 6 മണിയായപ്പോഴേക്കും സൂര്യൻ ഇവിടെ എത്തിയിട്ടോ. ചായ കുടിച്ച് നേരെ ട്രെക്കിങ്ങിന് പോവാറായി. നമ്മൾ വന്നപ്പോൾ പുഴയുടെ സൈഡിലൂടെയാണ് വന്നതെങ്കിൽ ഇത് ഇച്ചിരി കയറ്റങ്ങളൊക്കെയായി കാടിന് നടുവിലൂടെയുള്ള ട്രെക്കിംഗ് ആയിരുന്നു. ഇരുവശത്തുമുള്ള കുറ്റിക്കാടുകളൊക്കെ മുന്നേ പോയ ഗൈഡ് ചേട്ടൻ ഒതുക്കി തന്നു. പോകുന്ന വഴിയിൽ തന്നെ ഏതോ മൃഗം കഴിച്ചുപേക്ഷിച്ച ഒരു എല്ലിൻ കഷ്ണമൊക്കെ കണ്ടു. നടന്നെത്തിയത് ഒരു വലിയ പാറയുടെ മുകളിലായിരുന്നു. അവിടെ നിന്നുള്ള ആ വ്യൂ ഒന്നും പറയാനില്ല, അത്ര മനോഹരമായിരുന്നു. ചുറ്റും മരങ്ങൾ തിങ്ങി നിറഞ്ഞ കൊടുങ്കാട്. ദാ ഈ കാണുന്നതാണ് പെരിയക്കൊമ്പ് ലോഗ് ഹൗസ്. ഇത് അത്യാവശ്യം ഉയരത്തിലാട്ടോ സ്ഥിതി ചെയ്യുന്നത്. ആ വ്യൂ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് തൊട്ടടുത്ത് നിന്ന് ആനയുടെ ചിഹ്നം വിളി കേട്ടത്. പിന്നെ വേറൊന്നും നോക്കിയില്ല. അവിടെ നിന്ന് എസ്കേപ്പ് അടിച്ച് സ്റ്റേയിലേക്ക് വെച്ച് പിടിച്ചു. ഈ മരത്തിലൊക്കെ ചിത്രപ്പണി കാട്ടി വെച്ചിരിക്കുന്നത് ആനകളാട്ടോ. സൂര്യൻ ഈ മരങ്ങൾക്കിടയിലൂടെ വന്ന് വെളിച്ചം വിതറുന്നത് പുല്ലുകളിലൊക്കെ അത് പ്രതിഫലിക്കുന്നതും കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അങ്ങനെ നടന്ന് നമ്മുടെ സ്റ്റേയിലെത്തി. ഇന്നലെ കണ്ടത് ഒരാളാണെങ്കിൽ ഇന്ന് 2 ചേട്ടന്മാർ ചൂണ്ടയിടുന്നുണ്ട്. ദേ ഇന്നലെ കണ്ട നമ്മുടെ അഗാമക്കൂട്ടൻ രാവിലെ തന്നെ ഹാജർ വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന കവറൊക്കെ നമ്മളെ തന്നെ തിരിച്ചു കൊണ്ടുപോകുന്നുണ്ട്. അല്ലാണ്ട് ഇവിടെ ഇങ്ങനെ വലിച്ചെറിയരുത്, ഭൂമി എല്ലാവരുടേതുമാണ്. റെഡിയായി ഒരു 9:30 കൂടിയിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി. തിരിച്ചിറങ്ങണത് വന്ന വഴിയിലൂടെ അല്ലാട്ടോ, കാടിന് നടുവിലൂടെയാണ്. ചുറ്റും കാടാണ്, അതും മരങ്ങളൊക്കെ ഇടതൂർന്ന് നിൽക്കുന്ന കാട്. പെട്ടെന്നാണ് ഒരു ശബ്ദം കേട്ടതും എല്ലാവരും സൈലൻ്റ് ആയതും. നമ്മുടെ ഗൈഡ് അവിടെ എന്തോ കണ്ടിട്ടുണ്ട്. പുള്ളി അത് ചെന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമ്മളെ അവിടെ നിർത്തി. ആന ആണെന്നാ പറഞ്ഞേ. അതിന് ശബ്ദം ഉണ്ടാക്കി എന്തോ വേറെ വഴിക്ക് മാറ്റി. എന്നാലും ഈ ചേട്ടന്മാരെ സമ്മതിക്കണം അല്ലേ, കാടിൻ്റെ ഓരോ ചെറിയ അനക്കങ്ങളും ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അടുത്തത് ഞങ്ങൾ സ്പോട്ട് ചെയ്തത് ഒരു മ്ലാവിനെ ആയിരുന്നു. ഭയങ്കര വലുതായിരുന്നു കേട്ടോ. ഞങ്ങളുടെ അനക്കം കേട്ടതും പുള്ളി ബാക്കി എല്ലാവർക്കും അലാം കോൾ കൊടുത്തിട്ട് ഒറ്റ ഓട്ടം. ഞങ്ങളുടെ നെഞ്ചിടെ പേറ്റിക്കൊണ്ട് ആനയുടെ സൗണ്ട് ദേ തൊട്ടടുത്ത് കേൾക്കുന്നു. പിന്നെ ഈ വഴി പോകുന്നത് ഡേഞ്ചർ ആയതുകൊണ്ട് നമ്മളെ വേറെ വഴിക്ക് കൊണ്ടുപോയിട്ട് പഴയ പുഴക്കരയിൽ എത്തിച്ചു. ഇവിടേക്ക് എത്തിയപ്പോൾ ഒരു തണുപ്പ് ഫീൽ ചെയ്തിട്ടോ. ധാരാളം മൃഗങ്ങളുടെ കാൽപ്പാടുകൾ കാണുന്നുണ്ട്. ഏതൊക്കെയോ മൃഗങ്ങൾ രാവിലെയും രാത്രിയിലുമായി വന്നിട്ട് വെള്ളം കുടിച്ചു പോയിട്ടുണ്ട്. ഈ ചിത്രശലഭങ്ങൾ ഇങ്ങനെ പറക്കണ കാണാൻ എന്ത് രസാ. കുറച്ചങ്ങ് നീങ്ങിയപ്പോഴേക്കും നല്ല ഫ്രഷ് ആനപ്പിണ്ടം കണ്ടു. മറ്റേ വഴിക്ക് പോയിരുന്നേൽ ചിന്നാർ വാച്ച് ടവർ എത്തിയാനേ. അവിടെ ഇനി പോണോ എന്ന് ചോദിച്ചപ്പോൾ കുറച്ച് മടിച്ചിട്ടാണേലും ഞങ്ങൾ യെസ് പറഞ്ഞു. പിന്നെ യാത്ര കാടിന് നടുവിലൂടെയായി. കുറ്റിക്കാടുകളും പുൽമേടുകളും നിറഞ്ഞ സ്ഥലം. ദാ ആ കാണുന്നതാണ് വാച്ച് ടവർ. ഒരു 4 നില കെട്ടിടത്തിൻ്റെ ഉയരമുണ്ടാകും. അതിൻ്റെ മേലെ കയറിയ കാട് മൊത്തം കാണാൻ പറ്റും. ദേ 360 ഡിഗ്രി വ്യൂ നോക്കിയേ. ഇത്രയും വലിയ കാടിന് നടുവിലാണ് നമ്മൾ താമസിച്ചതെന്ന് അപ്പോഴാ മനസ്സിലായേ. അവിടെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ. ഇതാണ് നമ്മൾ വന്ന റോഡ്. പിന്നെ അവിടെ നിന്ന് തിരിച്ചിറങ്ങി. ഇവിടെ ആനയുടെ കാൽപ്പാട് കാണാം. അങ്ങനെ നടന്ന് നമ്മൾ റോഡിനടുത്തെത്തി. ഇത് കുരങ്ങന്മാർക്ക് റോഡ് മുറിച്ച് കടക്കാൻ വേണ്ടി പണിത പാലമാട്ടോ. ദേ നമ്മൾ ഇന്നലെ കണ്ട ലാങ്ങറുകളുടെ കൂട്ടം. ആ അമ്മ കുഞ്ഞിനെ മാറോടടുക്കി പിടിച്ചിരിക്കുന്നത് നോക്കിയേ. ഇത് ചന്ദനമരാട്ടോ. 10 മണിയോട് കൂടി ഇവിടേക്ക് എത്തി. ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും കൂടി കൂട്ടിയിട്ട് 2 പേർക്ക് 3500 രൂപയുടേതായിരുന്നു പാക്കേജ്.
MunnarWildlife.com കയറിയ ഈ പാമ്പാർ ലോഗ് ഹൗസ് ബുക്ക് ചെയ്യാം. അവിടെ നിന്ന് തിരിച്ചിറങ്ങിയത് തമിഴ്നാട് ആനമലൈ ടൈഗർ റിസർവ് വഴിയാണ്. ഇവിടെ നമുക്ക് പാലക്കാട് വഴി കേരളത്തിലെത്താം. കാട് കഴിഞ്ഞപ്പോഴേക്കും കുറേ മാങ്ങ ഇങ്ങനെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ട് അവിടെ നിന്ന് മാങ്ങയും വാങ്ങി വീട്ടിലേക്ക് വെച്ച് പിടിച്ചു. പിന്നെ യാത്ര തമിഴ്നാടിൻ്റെ ഗ്രാമവഴികളിലൂടെയായിരുന്നു. തെങ്ങിൻ തോപ്പുകളൊക്കെ കണ്ട് അങ്ങനെ നമ്മുടെ കേരളത്തിലെത്തി. സമയം 2 മണിയായി. നല്ല ഊണ് തപ്പിയപ്പോൾ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറഞ്ഞ ഹൃദയം ഷൂട്ട് ചെയ്ത അയ്യപ്പൻസ് ഹോംലി മീൽസ് അടുത്താണെന്ന് കണ്ടു. നല്ല അടിപൊളി ഊണായിരുന്നു. ഊണ് കഴിച്ച് പാലക്കാടൻ കാറ്റും കൊണ്ട് കുറച്ചു നേരം റെസ്റ്റ് ചെയ്തിട്ട് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഓക്കെ ബൈ.